കിഴക്കൻ ഏഷ്യയിലും പസഫിക്കിലും ദിവസവും 5 വയസ്സിന് താഴെയുള്ള 100 കുട്ടികൾ മരിക്കുന്നുണ്ടെന്ന് യൂണിസെഫ് വ്യാഴാഴ്ച പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. വായു മലിനീകരണം മൂലമാണ് ഇത്രയധികം കുട്ടികൾ ദിനം പ്രതി കൊല്ലപ്പെടുന്നത്. അതായത് ഒരു വർഷം 36,500 കുട്ടികൾ ഈ കാരണം കൊണ്ട് മാത്രം കൊല്ലപ്പെടുന്നു. നിശബ്ദ കൊലയാളിയായ വായു മലിനീകരണം ഇപ്പോൾ മുതൽ ഏപ്രിൽ വരെ നീണ്ടു നിൽക്കുന്ന സീസണിൽ മേഖലയിലെ പല പ്രദേശങ്ങളിലും അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്നും യൂണിസെഫ് പറയുന്നു. ഈ മേഖലയിലെ കുട്ടികളിൽ 4 മരണത്തിനും ഇത് കാരണമാകുന്നുണ്ട്. ശരീരവും മനസ്സും വികസിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാലത്ത് അവർ ശ്വസിക്കുന്ന വായുവിൽ പലപ്പോഴും അനാരോഗ്യകരമായ അളവിലുള്ള മലിനീകരണം അടങ്ങിയിരിക്കുന്നു. അത് അവരുടെ വളർച്ചയെ ബാധിക്കുകയും ശ്വാസകോശത്തെ ദോഷകരമായി ബാധിക്കുകയും അവരുടെ വൈജ്ഞാനിക വികാസത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് കിഴക്കൻ ഏഷ്യ പസഫിക് യൂണിസെഫ് റീജിയണൽ ഡയറക്ടർ ജൂൺ കുനുഗി പറയുന്നു. കുട്ടികളുടെ ആരോഗ്യം, കഴിവ്, അവർ അറിയിക്കുന്ന ശോഭനമായ ഭാവി എന്നിവ മലിനീകരണം കവർന്നെടുക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കിഴക്കൻ ഏഷ്യയിലെയും പസഫിക്കിലെയും ഓരോ കുട്ടിയും അനാരോഗ്യകരമായ അളവിലുള്ള വായു മലിനീകരണം മൂലമുള്ള രാജ്യങ്ങളിലാണ് താമസിക്കുന്നതെന്ന് വിശകലനം പറയുന്നു. മൊത്തം 500 ദശലക്ഷം കുട്ടികളാണ് ഈ മേഖലയിലുള്ളത്. പാചകം ചെയ്യുന്നതിനും എണ്ണ ചൂടാക്കുന്നതിനും ഉപയോഗിക്കുന്ന ഖര ഇന്ധനങ്ങൾ മൂലമുണ്ടാകുന്ന ഗാർഹിക വായു മലിനീകരണം 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ പകുതിയിലധികത്തിനും കാരണമാകുന്നു. അതേസമയം ഫോസിൽ ഇന്ധനങ്ങൾ, ബയോമാസ്, കാർഷിക മാലിന്യങ്ങൾ എന്നിവയുടെ കത്തിക്കൽ മൂലം ക്യാൻസർ ഉണ്ടാക്കുന്ന സൂക്ഷ്മകണങ്ങൾ കൂടുതലുള്ള രാജ്യങ്ങളിലാണ് ഏകദേശം 325 ദശലക്ഷം കുട്ടികൾ താമസിക്കുന്നത്. 373 ദശലക്ഷം കുട്ടികൾ അനാരോഗ്യകരമായ അളവിൽ നൈട്രജൻ ഡൈ ഓക്സൈഡിന് വിധേയരാകുന്നു. കൂടാതെ 453 ദശലക്ഷം കുട്ടികൾ ഓസോൺ മലിനീകരണം കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ഇതൊക്കെ ഇവരുടെ മരണത്തിലേക്ക് നയിക്കുന്നുണ്ട്. മേഖലയിലെ കുട്ടികളിൽ വായു മലിനീകരണം ചെലുത്തുന്ന ആഘാതം അടിയന്തരമായി പരിഹരിക്കണമെന്ന് യൂണിസെഫ് സർക്കാരുകൾ, ബിസിനസ്സുകൾ, ആരോഗ്യ മേഖല, മാതാപിതാക്കൾ, അധ്യാപകർ എന്നിവരോട് ആവശ്യപ്പെട്ടു. കാലാവസ്ഥാ പരിസ്ഥിതി നയങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെയും ശുദ്ധമായ ഊർജത്തിലേക്ക് മാറുന്നതിലൂടെയും സർക്കാരുകൾ നേതൃത്വം നൽകാൻ അത് ആഹ്വാനം ചെയ്തു. ശുദ്ധമായ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും മലിനീകരണം കുറയ്ക്കാനും കുട്ടികളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും മുൻഗണന നൽകുന്നുവെന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ ഉൽപ്പന്ന നിർമ്മാണം മാറ്റാനും യൂണിസെഫ് ബിസിനസ് സ്ഥാപനങ്ങളോട് ശുപാർശ ചെയ്തു. അവബോധം വളർത്തുന്നതിലും വൃത്തിയുള്ള പരിസ്ഥിതിക്കായി വാദിക്കുന്നതിലും യുവാക്കളെ ശക്തിപ്പെടുത്തുന്നതിലും മാതാപിതാക്കളും അധ്യാപകരും നിർണായക പങ്ക് വഹിക്കണമെന്നും യൂണിസെഫ് അറിയിച്ചു. Waytonikah.com, the exclusive Muslim matrimonial site.